Hi, good morning. Hi, guys. So, hi guys, hope you all doing well. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഈ മുറിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? നേരെ വിളിക്കുന്നതിന് മുന്നേ ഇതിനകത്ത് വെട്ടം വരും. ഇതുകൊണ്ട് ഇവിടുത്തെ ഈ കട്ടൻ്റെ സെറ്റപ്സ് ഒക്കെ കൊണ്ടായിരിക്കാം ഭയങ്കര പാടാണ്. രാവിലെ ഒരു 6 കഴിഞ്ഞാൽ പിന്നെ ഉറക്കവേ വരത്തില്ല. അമ്മാതിരി വെട്ടമാണ് ഈ മുറിക്കകത്ത് കയറുന്നത്. അപ്പം ഞാൻ ഇത് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ആദ്യം തന്നെ എഴുന്നേറ്റ് ഉടനെ എനിക്കിത് കാണണം. ഇത് കാണാതെ എനിക്കൊരു സമാധാനവും ഇല്ല എന്നുള്ളതാണ് സത്യം പറയുകയാണെങ്കിലത്തെ സംഭവം. നല്ല രസമാണ് രാവിലെ ഇവിടുന്ന് നോക്കുമ്പോഴത്തേയുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു വ്യൂ കാണാനായിട്ട്. എനിക്കറിയില്ല നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ. അങ്ങ് അകലെന്ന് പറയുന്നത് മലയാണ് കേട്ടോ. ഇപ്പം മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ടാണ് ആക്ച്വലി ആ മല വിസിബിൾ അല്ലാത്തത്. നിങ്ങൾക്ക് വേറെ ഒന്ന് വിചാരിക്കേണ്ട, മഴക്കാലം ആയതുകൊണ്ട് അയ കിട്ടിയതാണ്. സോ ഇന്ന് രാവിലെ എഴുന്നേൽക്കുക, ഈ സാധനം തുറന്നിടുക. അടിപൊളി എഫക്റ്റാണ്. തണുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മക്കളെ തണുപ്പ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ല. കാരണം അത്ര നല്ല എഫക്റ്റീവ്നെസ്സിൽ നല്ല കാറ്റും നല്ല തണുപ്പും നല്ല മഴയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം സോ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. വേറെ ഒന്നുമല്ല, ഇന്ന് എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീൻ കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ റീഡിങ് കോർണർ കേട്ടോ. ചുമ്മാ പേരൊക്കെ ഉള്ളൂ, അവിടെ വെറുതെ ഇരിക്കും, ഫോൺ നോക്കിയിരിക്കും. ഇതാണ് എൻ്റെ ക്യൂട്ടി ബെഡ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അവിടെ കയറിയിരിക്കുക, അവിടെ കിടക്കുക, അവിടെ വീഡിയോ കണ്ട് കിടന്നുറങ്ങി കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മുടെ ബെഡിൽ കയറി വന്ന് കിടക്കുക. അപ്പോൾ എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഞാൻ ബ്ലഡ് ഓണാക്കി വെച്ചേക്കുന്നതെന്ന് വേറെ ഒന്നും കണ്ടല്ല. ഞാൻ രാത്രി പറഞ്ഞു, ഞാൻ ബ്ലഡ് ലാമ്പ് കുറേ നാളുകളായിട്ട് ഇപ്പം ഞാൻ ഓണാക്കി വെക്കാറായിട്ടുള്ളതാണ് കേട്ടോ. മുഖത്തൊക്കെ പിമ്പിൾസ് ആയിട്ടുണ്ട്, ത്രെഡ് ഇയർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ എന്തിനാണ് ഇത് കെട്ടി വെച്ചേക്കുന്നത്. വേറെ ഒന്നുമല്ല, ഹെയർ കെയർ മസ്റ്റായിട്ട് നമ്മളിപ്പോൾ ഫോളോ ചെയ്യേണ്ടതാണ്. കേളി ഹെയർ റുട്ടീനും ബേബി ഹെയർ റുട്ടീനും ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് പറയാമായിരിക്കും ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാർട്ടിങ്. അപ്പം സോ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം അഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാനിങ്ങനെ സ്റ്റക്കാക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇത് അഴിയാനായിട്ട് പാട്. അപ്പം ഇന്നത്തെ ഇതിൻ്റെ യൂസ് കഴിഞ്ഞു. നമുക്കിനിയിപ്പം ഇത് നാളെ നോക്കാം. ഓക്കെ, സോ ഞാൻ പലക്കെ തേച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് ചെയ്യാനുള്ള എൻ്റെ ഹെയർ കെയർ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മുടി കണ്ടാലും അറിയാം, അതായത് കേളി അല്ലെങ്കിൽ വേവി പാറ്റേൺ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവുന്ന വളരെ അടിപൊളിയായിട്ടുള്ളൊരു എഫക്റ്റാണ് കേട്ടോ ഈ സാധനം. എൻ്റെ ഹെയർ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിന്നൊരു ഹെയർ കെയർ, ഒരു ഹെയർ സ്പാ വീഡിയോ ഇന്ന് വരുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് വിസിബിളായിട്ട് കാണാൻ പറ്റുമെന്ന്. ത്രെഡ് ചെയ്യണം, ഒരുപാട് കാര്യം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നൊരു ഫേഷ്യൽ ട്രിമ്മറും ഉണ്ട്, ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട്. സോ ബൈ. ഇനി നമുക്ക് ഒരു കോഫി കുടിച്ച് ഒന്ന് സെറ്റാം. അതിന് മുമ്പേ ബെഡ്ഷീറ്റ് മറിക്കണം. ഒക്കെ നല്ലപോലെ അലമ്പിക്കിടക്കുവാണ്. സോ ഞാൻ ഇമ്മീഡിയറ്റ്ലി ബെഡ്ഷീറ്റ് ഒന്ന് മടക്കി വെച്ചിട്ടൊരു കോഫി കുടിക്കും. അതിന് കഴിഞ്ഞിട്ട് ഞാൻ സ്കിൻ കെയർ റുട്ടീൻ കാണിക്കാം കേട്ടോ. ഇങ്ങനെ കിടന്ന കട്ടില്ല. ഇത്രേ ഉള്ളൂ രാവിലത്തെ പരിപാടി. സോ ഇനി നമുക്ക് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോവാം. നമുക്ക് പയ്യെ താഴോട്ട് നമുക്ക് പോകാമെങ്കിൽ കോഫി കുടിക്കാൻ വേണം. എനിക്ക് എൻ്റെ ഒരു സ്കിൻ കെയർ വീഡിയോ നിങ്ങളെ കാണിക്കാനായിട്ട്. സ്കിന്നൊക്കെ ഭയങ്കര മോശമായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് താഴോട്ട് പോയാൽ വൺ ഓഫ് ദി ഫേവറേറ്റ് വ്യൂ ആവട്ടെ. ഇവിടുന്ന് ആ സൈഡിൽ നിന്ന് തൊട്ട് ഇങ്ങനെ വളഞ്ഞു പോകുന്നവരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നമുക്ക് സ്പീഡിൽ പോയിട്ടൊരു കോഫി കുടിക്കാം. ഓക്കെ, സോ ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. വേറൊന്നുമല്ല, ഇവിടെ വന്നിരിക്കുന്നു, റിമോട്ട് എടുക്കുന്നു, ടി വി കാണുന്നു. ഇതാണ് എൻ്റെ അടുത്തൊരു സംഭവം. ഹായ്. സോ മുടി ഇങ്ങനെ കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഓൾറെഡി കളർ ചെയ്തിട്ടൊക്കെ ഉള്ള ഹെയറാണ്. അതുകൊണ്ട് തന്നെ മുടി എപ്പോഴും റഫായിരിക്കും. സോ ഇന്നൊരു
കർലി ഹെയർ ആൻഡ് വേവി ഹെയർ റുട്ടീൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ കോഫിയിൽ മധുരം ഇടാറില്ല, ലൈറ്റായിട്ട് ഒരുപാട് പാലും ലോ ഫാറ്റ് മിൽക്കായിരിക്കും മിക്കവാറും തന്നെ യൂസ് ചെയ്യുന്നത്. സോ ഭയങ്കര ടേസ്റ്റിയാണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നോർമൽ സാധാരണ ഡയറ്റുള്ളവർ എടുക്കുന്ന ഒരു കോഫി. നമ്മൾ രാവിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഷുഗർ ഇടാതിരിക്കണമല്ലോ. സോ മിക്കവാറും ഞാൻ ചെയ്യുന്നത് കോഫിയിൽ ഇടത്തില്ല. അങ്ങനെയുള്ള ഡ്രിങ്ക്സിലൊന്നും, അങ്ങനെയുള്ള ജ്യൂസിലാണെങ്കിൽ പോലും ഞാൻ ഈവൻ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയും എനിക്ക് മധുരം ഉണ്ടെന്ന് അവരെന്നെ ഒരു നോട്ടമൊക്കെ നോക്കും ഈവൻ ദോ. അപ്പം സോ ഒരു കോഫി കുടിച്ചാൽ മാത്രമേ എനിക്ക് എൻ്റെ സ്കിൻ കെയർ റുട്ടീനിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഐസ് റോളർ വെച്ചിട്ടൊന്ന് റോൾ ഓൺ ചെയ്തായിരുന്നു എൻ്റെ ഫേസ്. അത് ഞാൻ കാണിക്കാനായിട്ട് മറന്നുപോയി കേട്ടോ. സോ വലുതായിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ഇല്ല, എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. എനിക്ക് ഹോസ്റ്റലിലാണ് കേട്ടോ പ്രൊഡക്ട്സ് ഒക്കെ ഇരിക്കുന്നത്. സോ കയ്യിലുള്ള കുറച്ച് മിനിമൽ പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ എനിക്ക് കാണിച്ചു തരാം. ഞാൻ പെട്ടെന്നൊരു കോഫി ഇവിടെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഇവിടെ ഈ സൈഡിലത്തെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ നല്ലപോലെ കിട്ടും. ബൈ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നിനിയിപ്പം ഒരു ഹെയർ കെയർ റുട്ടീനായിരിക്കും. അതെ, എനിക്ക് പുറത്ത് പോകാനുണ്ട്, പക്ഷേ എന്നാലും ഞാൻ ഇന്നിടാൻ പോകുന്ന എനിക്കൊരു ഹെയർ കെയർ റുട്ടീനാണ്. കാരണം എൻ്റെ മുടി ഒന്ന് ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് കുറേ ദിവസമായി. എനിക്ക് മടിയാണ്, കാരണം വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം വേവി ഹെയർ, കേളി ഹെയർ ഇസ് ക്വൈറ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് അതിന് വരുന്നത്. എക്സ്പെൻസീവ് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഭയങ്കര പാടാണ്, നമുക്ക് ടൈം ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അത് എയർ ഡ്രൈ തന്നെ ചെയ്യണം. അമ്മയുടെ വീഡിയോ കാണുന്ന കേട്ടോ സൗണ്ട് ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും ഒരു ഹെയർ കെയർ റുട്ടീൻ ഇടണം. ആ വീട്ടിലെ പോരാളി ഒന്ന് ഫ്രീ ആയിട്ടിരിക്കണം. അങ്ങനെ വീട്ടിലെ പോരാളി ഫ്രീ ആയാൽ മാത്രമേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കുക്കിംഗ് പോയി ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഹായ് സോ അഗെയിൻ ബാക്ക് ടു മൈ സ്കിൻ കെയർ റുട്ടീൻ കേട്ടോ. അപ്പം മുടി ഇങ്ങനെ കിടക്കുന്നതായിട്ട് നിങ്ങൾ ആരും ബുദ്ധിമുട്ടുണ്ടോ? സോ ഇതെൻ്റെ ഹെയർ കെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇത് സെറ്റ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു കളിയായ റുട്ടീൻ ഒരു വേവി ഫോമിലേക്ക് ഞാനിത് മാറ്റിക്കൊണ്ട് വരുന്നതാണ്. സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. സോ ഞാൻ രാവിലെ എഴുന്നേറ്റുകൊണ്ട് തന്നെ ഒരു ഐസ് റോൾ ഓൺ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഫേഷ്യൽ മസാജാണ്. ഞാൻ മോർണിംഗിലെല്ലാം എന്നും ഞാനൊരു ഫേഷ്യൽ മസാജ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സോ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന സാധനം നമ്മുടെ എനിക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, അർബൻ ബൊട്ടാണിക്സിൻ്റെ ആൽമണ്ട് ഓയിൽ. ഇത് ഞാൻ കാച്ചിയെടുത്താണ്. അതായത് കുറേ പ്രോഡക്ട്സും കുറേ ആയുർവേദിക് സാധനമൊക്കെ ഇട്ടിട്ട് എനിക്കെൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. 2 drops ഇത് കണ്ടോ. അതായത് വീട്ടിൽ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറയാം. ഇത് അത്യാവശ്യം എനിക്ക് എൻ്റെ ഒരു ഒരു ഈവൻ സ്കിൻ ടോണിലേക്ക് എൻ്റെ സ്കിൻ മാറ്റാനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കയ്യിലിട്ടിട്ടൊന്ന് പാം ടു പാം വാം ചെയ്യുന്നുണ്ട് കേട്ടോ. സോ വാം ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫേസിൽ റബ്ബ് ചെയ്യില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് പിമ്പിൾസ് വരുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ ഇങ്ങനെ വാം ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് വിടുമ്പോൾ എനിക്ക് പിമ്പിൾസ് വരില്ല കേട്ടോ. അപ്പം സോ ഇങ്ങനെ ഞാൻ ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു 1 ഡ്രോപ്പോളം മതി. ഇനിയിപ്പോൾ ഇനിഷ്യലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഓയിൽ സാധനം ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു 1 ഡ്രോപ്പൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 drops ഒക്കെ യൂസ് ചെയ്തത്. സോ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഈ സാധനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ജെയ്ഡ് റോളറൊക്കെ ആയിരിക്കും പരിചയമുള്ളത്, പക്ഷേ എനിക്ക് അതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടുള്ളൊരു സാധനം ഇതാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് മസാജ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. നമ്മളിത് ഇങ്ങനെ ഒന്ന് ഒരു സൈഡ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിതിനെ ഇത് കണ്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു 5 times ഞാനിങ്ങനെ മസാജ് ചെയ്ത് വിടും. ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ജസ്റ്റ് അപ്വേർഡിലേക്ക് തന്നെ ചെയ്ത് വിടാം. നിങ്ങൾക്കിത് ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ വൺസ് ബോഡി യൂസ് ചെയ്താൽ ഫേസിൽ യൂസ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യുക. മാക്സിമം ഇതെങ്ങനെ അൺവാണ്ടഡ് ഏരിയാസിലൊക്കെ വെക്കാണ്ടിരിക്കുക. ഓക്കെ, കാരണം നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നതാണ്. പിമ്പിൾസ്, ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. അതായത് നോർമൽ സ്കിൻ, കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല കേട്ടോ ഇത്. സോ നമ്മൾ 5 പ്രാവശ്യം അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫേഷ്യൽ പഫിനെസ് ഒക്കെ നമുക്ക് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണിത്. നല്ല സുഖം.
നിങ്ങൾക്കിങ്ങനെ നല്ല പോലെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. പിമ്പിൾസ് ഏരിയയിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞു നിൽക്കുന്ന പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അവിടെ പോയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും ചെയ്തേക്കരുത്. അല്ലാതെ നോർമൽ സ്കിന്നായിട്ടുള്ളവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഹോൾ ഫോർഹെഡ് ഏരിയയും കവർ ചെയ്യും, പ്ലസ് പിരികവും കൂടെ നമ്മളിങ്ങനെ പൊക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും. മോർണിംഗിൽ എഴുന്നേൽക്കുന്നവർക്ക് ചിലവർക്ക് ഇങ്ങനെ എന്താ പറയുക ഇത് വരുന്ന കേൾക്കാം, നമ്മുടെ ഫേഷ്യൽ പഫിനെസ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഞാൻ എൻ്റെ ഒന്ന് ജസ്റ്റ് ഒരു കുറച്ച് നേരം ഞാൻ ചെയ്യുന്നു, ഏകദേശം ഒരു 3 minutes ഒക്കെ, അത്രയും നേരമൊക്കെ ഞാൻ ചെയ്യുള്ളൂ. അപ്പോഴത്തേക്കിനും ഏകദേശം എൻ്റെ സാധനം സെറ്റാവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോയി ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യും. കാരണം എനിക്ക് ഇത്രയും നേരം എനിക്ക് എൻ്റെ ഫേസിൽ എൻ്റെ ഓയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പോയിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസറിൻ്റെ വീഡിയോ ഞാൻ ഇനി സെപ്പറേറ്റ് ആയിട്ടൊന്ന് എടുക്കാം. അത് അടിപൊളി ക്ലെൻസറാണ്. സെറ്റാഫിലിൻ്റെ പോലെ തന്നെ എഫക്റ്റ് വരുന്ന ഒരു ക്രീമി ക്ലെൻസറാണ് കേട്ടോ. അതേതാണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നത്തെ ഒരു വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് ഇതിൻ്റെ എന്തിൻ്റെയെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് വരാം കേട്ടോ. സോ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഒന്നെങ്കിലും ഒരു ക്ലീൻ ടിഷ്യൂ പേപ്പേഴ്സ് യൂസ് ചെയ്യുക. ജസ്റ്റ് പാഡ് ഡ്രൈ ചെയ്യാവുള്ളൂ കേട്ടോ ഫേസ്. ഇതൊക്കെ എന്ന് വെച്ചാൽ നോർമൽ നമ്മുടെ ആളൊരു നോളജ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അങ്ങനെയല്ല ആരെങ്കിലും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോഡി യൂസ് ചെയ്യുന്ന ടവല് ഫേസിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൈക്രോ ഫൈബർ ടവല് സെപ്പറേറ്റ് ഫേസിന് വേണ്ടിയിട്ട് തന്നെ വെക്കുക. ഓക്കെ, സോ അല്ലാതെ നിങ്ങൾ ബോഡിയിൽ യൂസ് ചെയ്യുന്നതായിരിക്കരുത്, നമ്മൾ ഫേസിലും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അടുത്തെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ഒരുപാടങ്ങ് പാഡ് ഡ്രൈ ചെയ്ത് ഉണക്കാറില്ല എൻ്റെ ഫേസ്. ജസ്റ്റ് ഇച്ചിരി വെറ്റായിട്ട് തന്നെ ഇരിക്കും. സോ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാനൊരു ടോണർ അപ്ലൈ ചെയ്യുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചതിൻ്റെ ടോണറാണ്. ഞാനിത് ഹോം മെയ്ഡ് അല്ല, നമ്മൾ സെറ്റാഫലിൻ്റെ ഒരു ടോണർ ഉണ്ടായിരുന്നു. അപ്പം പകുതി എൻ്റെ ഹൗസ് സ്റ്റൈലിരിക്കുകയാണ്, പകുതി ഇപ്പം എൻ്റെ കയ്യിലിരിക്കുകയാണ്. സോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫലിൻ്റെ ടോണറാണ് കേട്ടോ. ഇതൊരു 2 minute ഇതിങ്ങനെ തന്നെ ഞാൻ എൻ്റെ ഫേസിൽ ലീവ് ചെയ്യാണ് ഞാൻ ചെയ്യാറായിട്ടുള്ളത്. ഓക്കെ, സോ 2 minute തന്നെ ഫേസിലിരുന്നതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മിക്കവർക്കും തന്നെ അറിയുന്നൊരു കാര്യമാണ്, വിക്കോ ടേമറിക്കിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ മുഖത്ത് കുറേ നാളുകളായിട്ട് ഇപ്പോൾ പിമ്പിൾസ് വരുന്നുണ്ട്. മേ ബി എൻ്റെ ഫുഡ് പാറ്റേൺ ശരിയല്ല, ഞാൻ പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ വളരെ നന്നായിട്ട് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നുണ്ട്, പുറത്തെ ഫുഡടി കൂടുന്നുണ്ട്, അതുപോലെ വർക്കൗട്ട് ചെയ്യുന്നില്ല. പണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഞാൻ ഹെൽത്തി ഡയറ്റിലേക്കൊക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ എനിക്കിനി ബാക്ക് ടു റുട്ടീനിലേക്ക് വരണം. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫേസിൽ എനിക്ക് ചേഞ്ചസ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കണ്ടോ. സോ അത്യാവശ്യം പിമ്പിൾസൊക്കെ ആയി വരുന്നുണ്ട്. സോ അതിലെനിക്ക് കുറച്ചും കൂടെ എൻ്റെ വേഴ്സ് ആയിരുന്നു. അതിലെനിക്ക് ഹെൽപ്പ് ചെയ്തൊരു സാധനം എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്കോ ടേമറിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. മേ ബി നമ്മുടെ പേരൻസിൻ്റെ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു തിക്ക് ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ഇത് വരുന്നത്. ഓക്കെ, എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ സ്മോൾ എമൗണ്ട് എടുത്തിട്ട് ഒരുപാട് ഞാൻ തേക്കാറില്ല, കാരണം ഇപ്പോൾ കണ്ടില്ല എൻ്റെ ആക്നെ പ്രോൺ സ്കിന്ന് പോലെ ആയി വന്നതുകൊണ്ട് ഏകദേശം ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ ആക്ച്വലി നോർമൽ സ്കിൻ ആയിരുന്നു. എൻ്റെ കയ്യിരിപ്പ് കൊണ്ട് അത് മാറിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കുറേ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്തിട്ട് ഇപ്പോഴാണ് ഞാൻ എൻ്റെ കറക്റ്റ് റുട്ടീനിലേക്ക് വരുന്നത് കേട്ടോ. അപ്പം സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വിക്കോ ടേമറിക്കിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈവൻലി ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, സോ ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ. എൻ്റെ മുക്കാൽ പ്രോഡക്റ്റ്സ് ഇരിക്കുന്നത് എൻ്റെ ഹോസ്റ്റലിലാണ്. അപ്പം ഇതിപ്പം ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ഇമ്മീഡിയറ്റ് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ എൻ്റെ സ്കിന്നിൽ ഇപ്പം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കിൻ കെയർ റുട്ടീൻ. എനിക്ക് അത്യാവശ്യം എഫക്റ്റീവാണ്. ഒരു ഈവൻ ടോണൊക്കെ എനിക്ക് ഫേസിൽ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്കിൻ കെയർ റുട്ടീനാണത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ
ഹാൻഡ് വെൽ ക്ലെൻസ്ഡ് ആയിരിക്കണം, അതായത് ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം മസ്റ്റായിട്ട്. എന്നിട്ട് നമ്മൾ സ്കിന്നിൽ നമ്മൾ ടച്ച് ചെയ്യാനുള്ളത്, അതായത് സ്കിന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ടൈപ്പ് ജെയ്ഡ് റോൾസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ റോളോൺസ് ഒക്കെ ഉണ്ടല്ലോ, മേക്ക് ഷുവർ നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളത് വാഷ് ചെയ്തിട്ട് പ്രോപ്പർ ഏരിയയിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഏതെങ്കിലും ഒരു ടിഷ്യൂ പേപ്പറിൽ, ഞാൻ ചെയ്യുന്നത് വാഷ് ചെയ്തതിന് ശേഷം ടിഷ്യൂ പേപ്പറിൽ ആ എൻഡ് മാത്രം ഒന്ന് ജസ്റ്റ് കവർ ചെയ്തിട്ട് എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഇരിക്കുന്നതിൻ്റെ അവിടെ വെക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറായിട്ടുള്ള കാര്യം. അപ്പം സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഹ്യൂജ് ഡിഫറൻസ് ഫേസിൽ കൊണ്ടുവരാം. ഓക്കെ ദെൻ അപ്പോൾ നമുക്കിനി ഹെയർ കെയറിലേക്ക് നമുക്ക് പോകാം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹെയർ കെയർ കാണിക്കാം. ഞാൻ എൻ്റെ ലിപ് കെയർ കാണിക്കാനായിട്ട് മറന്നു കേട്ടോ. അപ്പം സോ ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് നമ്മുടെ SPF ഒക്കെ ഉള്ള, എനിക്കറിയില്ല എത്ര പേർക്ക് വിസിബിൾ ആവും എന്നുള്ളത്, ഡീകൺസ്ട്രക്റ്റിൻ്റെ, ഓക്കെ ഐ എം സോറി, ഡീകൺസ്ട്രക്റ്റിൻ്റെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം സോ ഡീകൺസ്ട്രക്റ്റിൻ്റെ SPF ഉള്ളൊരു SPF 30+ ഉള്ള ഒരു ലിപ് ലൈറ്റനിങ് ബാമാണ്. ഞാൻ അത്യാവശ്യം തന്നെ ഞാനിത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇത്രയും കൂടി ഉള്ളൂ, കണ്ടോ, ബാക്കി പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇതാണ്, ഇത്രയും കൂടി ഉള്ളൂ. അത് കണ്ടോ, ബാക്കി പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെറും സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പോർഷൻ കൂടി ഉള്ളത് അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ടുള്ള മോർണിംഗിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, എന്നാൽ വലിയ കളറൊന്നും ഇല്ലാത്ത ഒരു ലിപ് ലൈറ്റനിങ് ബാമാണ് കേട്ടോ. അപ്പം ഞാൻ അതാണ് ഇപ്പം എൻ്റെ മോർണിംഗിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നൊരു ലിപ് ബാം. അതാണ് എനിക്ക് കളറുള്ളൊരു ലിപ് ബാമും ഉണ്ട്, പക്ഷേ ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് ചുമ്മാ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കളറുള്ള ലിപ് ബാം നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം SPF ഉള്ള ഡീകൺസ്ട്രക്റ്റിൻ്റെ അത്യാവശ്യം ലിപ് ലൈറ്റനിങ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ബി ഹോണസ്റ്റ് ഒരുപാട് ഭയങ്കര എഫക്റ്റീവാണെന്ന് ഞാൻ പറയില്ല. ഭയങ്കര ഡാർക്ക് ലിപ്സ് ഒക്കെ ഉള്ളവർക്ക് മേ ബി കുറച്ചും കൂടെയൊക്കെ ഒരു ആപ്റ്റ് ആയിരിക്കാം. എൻ്റെ ലിപ്സിൽ എനിക്ക് അത്രയും ഡാർക്ക്നെസ് അങ്ങനെ ഫീൽ ചെയ്യാറില്ല, കാരണം ഞാൻ അത്രയും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആളായിരുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കര ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അത്രയും ലിപ്സ് അങ്ങനെ ഡാർക്കനാണെന്നുള്ള ഫീലിംഗ് ഉണ്ടായിട്ടില്ല. അപ്പം സോ ഇതാണ് ഞാൻ ഇപ്പം സോ എൻ്റെ ലിപ് കെയറും കൂടെ കഴിഞ്ഞു. എനിക്കറിയാം പിരിക നല്ല മോശമായിട്ടാണ് ഇരിക്കുന്നത്, എനിക്ക് എന്താണെങ്കിലും ത്രെഡ് ചെയ്യാൻ വേണ്ടി പോകണം. സോ മാക്സിമം വളർത്തിയിട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്, കാരണം എനിക്ക് എൻ്റെ പിരിക നല്ല തിക്കിൽ തന്നെ എക്സ്ട്രാസ് മാത്രം എടുത്തിട്ട് എനിക്ക് വിടേണ്ടതാണ്. സോ ഇനിയിപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാനായിട്ടുണ്ട്, എൻ്റെ ഹെയർ കെയർ വീഡിയോയിലേക്ക് എനിക്ക് കിടക്കാനായിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഞാൻ ഷോർട്സിൽ ഞാൻ ഹെയർ കെയർ, അതായത് ഹെയർ റുട്ടീനിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷോർട്സ് നിങ്ങൾ കണ്ടു നോക്കാൻ എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് ഹെയർ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, നല്ല അടിപൊളി വെയിലാണ്. എന്താണെങ്കിലും എനിക്ക് എൻ്റെ ഹെയർ കെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലസൻറ്റ് ഡേ ആണ്. എനിക്കെൻ്റെ ഹെയർ കെയർ ഒന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല ഫ്രിഡ്ജി ആയിട്ടും ഒരുമാതിരി ഒരു പാറ്റേൺ ഇല്ലാണ്ടാണ് എൻ്റെ ഹെയർ കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി റഫ് ബ്രഷ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ട് വേണം എനിക്ക് ആക്ച്വലി ഞാൻ ഷോർട്സ് കാണിച്ചിട്ടുള്ള ഹെയർ റുട്ടീൻ ചെയ്യാനായിട്ട്. ആരും ഷോർട്സ് കണ്ടിൽ ഒന്ന് പോയി കാണണം. ഞാൻ അതിനകത്ത് എന്താണ് എൻ്റെ ഹെയർ റുട്ടീന് വേണ്ടി ഇത് ചെയ്യുന്നതെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അപ്പം ഞാൻ എൻ്റെ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അതിന് വേണ്ടി ഞാനൊരു പന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഹെയർ കെയർ റുട്ടീന് വേണ്ടിയിട്ടുള്ള സ്പാ ക്രീമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ അതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സ്പാ എസെൻസും കൂടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനെന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നുള്ള വീഡിയോ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, കാണാത്തവരത് കണ്ടു നോക്കുക. ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ടാഗ് ചെയ്തിടാൻ പറ്റുവാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിടാം കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ അതിൻ്റെ മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പോകാം. അപ്പം മമ്മി എനിക്ക് തലയിൽ പുരട്ടിത്തരാണ്. അപ്പോൾ ആദ്യം എൻ്റെ സ്കാൽപ്പാണ് കേട്ടോ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നത്. എന്നിട്ട് മാത്രമേ ഹെയറിൻ്റെ ലെങ്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യത്തുള്ളൂ കേട്ടോ. വീഡിയോ എടുക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ മമ്മി ഇരിക്കുക. അയ്യോ. അപ്പോൾ കണ്ടോ, നമ്മൾ കംപ്ലീറ്റ്ലി സ്കാൽപ്പ് ആദ്യം നമ്മൾ കവർ ചെയ്യണം. നമ്മുടെ ഹെയറിന് എത്രത്തോളം നമ്മൾ ഇതുണ്ടോ മുടിയുണ്ടോ അതനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതിപ്പം നമ്മൾ സ്പാ ക്രീം ആയതുകൊണ്ട് നമ്മൾ സാധാ പാർലറിൽ പോയി ചെയ്യുന്ന സ്പാ ഇല്ല, അതൊക്കെ നമ്മൾ 1000-1500 രൂപയും കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. സോ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഹെയർ നന്നായിട്ട് ഷാമ്പൂവും ഇട്ടിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അപ്പം സ്കാൽപ്പ് ക്ലിയർ ആയിരിക്കണം. ഓൾറെഡി എൻ്റെ നല്ലപോലെ ഷാമ്പൂ ഇട്ട് ഞാൻ വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയ ഹെയർ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് കേട്ടോ. അപ്പം നന്നായിട്ട് ഷാമ്പൂ വാഷ് ചെയ്തിട്ടുള്ള സ്കാൽപ്പിലേക്ക് വേണം, സ്കാൽപ്പും ഹെയറും ഒട്ടും ഓയിൽ പാടില്ല. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ
സ്കാൽപ്പ് മൊത്തം കവർ ചെയ്ത് പരട്ടണം. ഓക്കെ, സ്കാൽപ്പ് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലെൻസിലേക്ക് നമുക്ക് ഫോർവേഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം സോ ഇങ്ങനെയാണ് നമ്മൾ ഹെയർ ലൈൻസിൽ ഫോർവേഡ് ബാക്ക്വേർഡ് ചെയ്യുന്നതാണ്. കംപ്ലീറ്റ്ലി നമ്മൾ സ്ട്രാൻഡ്സിൽ നമ്മൾ പുരട്ടി കംപ്ലീറ്റ് സ്ട്രാൻഡ്സിൽ പുരട്ടിയതിന് ശേഷം ഇപ്പം മമ്മി എൻ്റെ ടെക്നിക്ക് കാണിച്ചു തരുന്നതാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ട് 1000-1500 കളയണ്ടല്ലോ നമുക്ക്. ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല. വീട്ടിലെ പോരാൾ ഇതുപോലത്തെയൊക്കെയുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് പറ്റുന്നതാണ്. കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് 2 ഫിംഗേഴ്സിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നന്നായിട്ട് ഫോർവേഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റിൽ അപ്ലൈ ചെയ്ത് പിടിക്കും. ആ സ്കാൽപ്പിൻ്റെ അങ്ങോട്ടും കൂടെ കയറ്റി നമ്മൾ അടിച്ചടിച്ച് കൊടുക്കും. അങ്ങനെ നമ്മൾ ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിറമാണ്. എസെൻസ് ഞാൻ പറഞ്ഞ ഷോർട്സ് കാണുമ്പോൾ പറഞ്ഞാൽ അതിനകത്തൊരു എസെൻസ് പറഞ്ഞ സാധനമുണ്ട്. അത് സിറമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു സീറമാണ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ അപ്പം ഞാൻ ഇനി ഫുൾ എൻ്റെ തല മൊത്തം ഞാനത് കവർ ചെയ്ത് ഹെയറിലും കൂടെ കവർ ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കാൽപ്പ് മസാജാണ്. ഞാൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ചട്ടിപ്പരത്തി തല പോലെയൊക്കെ എൻ്റെ തല ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി റിലാക്സേഷൻ ടൈമാണ് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഒരു മസാജ്, എനിക്ക് ഉറക്കം വരുന്നു, കൈ കൊണ്ട് ജസ്റ്റ് ഒരു മസാജ് നമ്മൾ കൊടുക്കുന്നു. പിന്നെ ഞാൻ മുമ്പേ കാണിച്ചു, ഷോർട്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന മസാജർ. എന്ത് മസാജറാണ്? ഹെഡ് മസാജർ. അതും കൂടെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് റിലാക്സിങ് ആയിട്ട് സ്കാൽപ്പ് നമ്മൾ മസാജ് ചെയ്യാണ്. സോ ഇനി അതും കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ആദ്യം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് മസാജ് കഴിയട്ടെ. അതില്ലാത്തവർ കൈ കൊണ്ട് പറ്റില്ലാത്തവർ അത് വെച്ച് മസാജ് ചെയ്താലും മതി. ദിസ് ഓ ദാറ്റ് എന്ന ലെവലിലാണ് കേട്ടോ ഇത് പോകുന്നത്. അടിപൊളി. ഇതാണ് ഞാൻ പറഞ്ഞ ഹെഡ് മസാജർ. ഇതിങ്ങനെ നമുക്ക് തന്നെ ആണെങ്കിലും ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി കേട്ടോ. ഇതിൽ മുടിയൊന്നും ഉടക്കി പിടിക്കുമെന്ന് ഒരു പേടിയും വേണ്ട. അങ്ങനെ എൻ്റെ മുടിയൊന്നും അങ്ങനെ പൊട്ടിപ്പോയിട്ടില്ല കേട്ടോ. ഈ ഹെഡ് മസാജർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സ്പ്രെഡ് ചെയ്ത് വരും കേട്ടോ. നമുക്ക് മുടി ഉടക്കി പിടിക്കുവോ വേദന എടുക്കുവോ അങ്ങനത്തെ ഒറ്റ പ്രശ്നമില്ല. ഇത് ഒരാൾക്ക് തന്നെ യൂസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. സിംഗിൾ പേഴ്സൺ യൂസാണ് ആക്ച്വലി. 2 പേരുടെ ആവശ്യമൊന്നും നമുക്കില്ല. ഓക്കെ, അടിപൊളി ഒരു സംഭവമാണ്. അപ്പോൾ ഇനി ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് മറ്റേ ഹീറ്റിംഗ് ക്യാപ്പില്ല, അത് തലയിൽ വെക്കുന്നു. ഒരു 20 മിനിറ്റ്സ് ഒന്ന് ഹീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഏകദേശം അത് കഴിഞ്ഞ് നമുക്ക് പോയിട്ട് ഹെയർ വാഷ് ചെയ്യാം. ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 15 മിനിറ്റ് ചുമ്മാ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം 15 മിനിറ്റ് ഹീറ്റിംഗ് ക്യാപ്പും കൂടെ വെച്ചിട്ട് ഞാൻ പിന്നെ ഷാമ്പൂ ഒന്നും ഇടാതെ തന്നെ ഞാൻ വാഷ് ചെയ്ത് നോക്കുവാണ് ചേട്ടാ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഷാമ്പൂ ഇട്ട് നന്നായിട്ട് പറപ്പിച്ച് വെച്ചത് കൊണ്ട് ഇനി എനിക്ക് കേളി ഹെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ ഇനി ഒന്നും കൂടെ ഞാൻ ഷാമ്പൂ ഇടാനായിട്ട് പോകുന്നില്ല. സോ തലയിൽ ക്യാപ്പൊക്കെ വെച്ചിട്ട് കണ്ടോ ഈ സാധനം ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. ഇനി റിലാക്സ് ചെയ്ത് നമുക്ക് ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കാം. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല മഴയാണ്. തല നല്ല ചൂടാകുമ്പോൾ നല്ല സുഖം. ഇനി ഞാൻ തല കഴുകിയിട്ട് വന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്. അടിപൊളിയാണ്. നിങ്ങളൊരു വീക്ക്ലി വൺസെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്തെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. സ്പായിൽ പോവാണ്ട് തന്നെ നമുക്കിത് പെർഫെക്റ്റ് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ വാഷിൽ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വന്നേക്കാം. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കെയർ റുട്ടീൻ. ഇത് ഞാൻ ആക്ച്വലി മന്ത്ലി ട്വൈസ് ഒക്കെ ചെയ്യുകയാണ്. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. പാർലറിൽ പോകുമ്പോൾ നമുക്കൊരു അവർ ചെയ്യുന്നൊരു ആ ഒരു മസാജയുടെ എഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴും നമുക്ക് എന്താ പറയുക കിട്ടുന്ന റിസൾട്ട്സ് ഒക്കെ സെയിം ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്സ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. ഓക്കെ, ബൈ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.